ഈ മണിപ്പൂരിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കുന്നുണ്ടോ? ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള മണിപ്പൂരിൽ ഏകദേശം 34 ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് മണിപ്പൂര്. ഈ മേത്തി, കുക്കി, നാഗ വിഭാഗങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷവും ഉള്ള ആളുകൾ. അതായത് ഈ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഈ മേത്തി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഏകദേശം 53% ആളുകൾ. അതായത് അവർ ഹിന്ദു വിശ്വാസികളാണ്. മറ്റ് രണ്ട് വിഭാഗങ്ങൾ, ഈ പറയുന്ന കുക്കി, നാഗ വിഭാഗങ്ങൾ, ഭൂരിഭാഗം ആളുകളും ക്രൈസ്തവ വിശ്വാസികളുമാണ്. അവിടെ ഒരു പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹിന്ദു വിഭാഗത്തിൽ ഭൂരിപക്ഷം പെടുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഈ പട്ടിക വർഗത്തിന്റെ ഒരു പദവി കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഈ രണ്ട് വിഭാഗങ്ങൾ, അതായത് മതപരമായിട്ട് വേർതിരിവ് കാണിച്ചുകൊണ്ട് ഈ രണ്ട് വിഭാഗങ്ങൾ, നാഗയും കുക്കിയും, പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നത്. ഈ മണിപ്പൂർ സംസ്ഥാനത്തിന്റെ 10% വരുന്നത് മണിപ്പൂർ തലസ്ഥാനമായിട്ടുള്ള ഇൻഫാൻ താഴ്വരയാണ്. അപ്പൊ ഈ താഴ്വരയിലാണ് ഈ മേത്തി വിഭാഗങ്ങൾ കൂടുതലായിട്ടും അധിവസിക്കുകയും ചെയ്യുന്നത്. ഈ കുക്കി, നാഗ വിഭാഗങ്ങൾ പ്രധാനമായിട്ടും ക്രൈസ്തവ വിശ്വാസികളാണ്. അതേപോലെ തന്നെ അവരുടെ തട്ടകം എന്ന് പറയുന്നത് ഈ മണിപ്പൂരെ ഈ താഴ്വര പ്രദേശങ്ങളുമാണ്. ഈ കുക്കികള് ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് ഈ മ്യാൻമാറിലെ ചില ഗോത്രങ്ങളുമായിട്ട് പരമ്പരാഗതമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തി പോകുന്ന ആളുകളുമാണ്. അതായത് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെയും ഇപ്പോഴും നിലനിർത്തി പോകുന്ന ആളുകളുമാണ് ഈ കുക്കി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ. ഈ കലാപത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ സ്റ്റുഡൻസ് നടത്തിയ ഒരു ഐക്യദാർഢ്യ ഒരു സമരവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംഘടന 2023 മെയ് മാസം 3-ാം തീയതി ഒരു പ്രകടനം നടത്തുകയുണ്ടായി. അതിനവർ പേരിട്ട് വിളിച്ചത് ഗോത്ര ഐക്യദാർഢ്യ മാർച്ച് എന്നായിരുന്നു. ആ മാർച്ചിന് ശേഷമാണ് ഈ പറയുന്ന കുക്കി വിഭാഗവും മേത്തി വിഭാഗവും തമ്മിൽ കലാപത്തിലേക്ക് ഏർപ്പെടുകയും ചെയ്തത്. ഈ മേത്തികളെ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ പെടുത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചായിരുന്നു ഈ മാർച്ച് നടന്നത്. അതും അവരെ, അതായത് മറ്റ് രണ്ട് വിഭാഗങ്ങളെ പ്രകോപിപ്പിക്കാനായിട്ടുള്ള കാരണമായി മാറുകയും ചെയ്തു. ഇപ്പോഴത്തെ മണിപ്പൂരിന്റെ അവസ്ഥ എന്താണ്? രക്തരൂക്ഷിതമായിട്ടുള്ള കലാപത്തിന്റെ നാടായിട്ട് മാറിയിരിക്കുകയാണ്. ആ നാടിനെ ഒരു കലാപം പിടിമുറുക്കിയിരിക്കുകയുമാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്ന ഒരു കലാപഭൂമിയായിട്ട് മണിപ്പൂരിനെ മാറ്റിയെടുത്തു എന്ന് വേണം പറയാനായിട്ട്. വോട്ട് ബാങ്കിന് വേണ്ടി സംവരണങ്ങളും അല്ലെ ആനുകൂല്യങ്ങളും നൽകാൻ ഒരുങ്ങുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും മനസ്സിലാക്കാതെ പോകരുത്. ഈ ഭരണകൂടം തങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണെന്നാണ് ഈ കുക്കി വിഭാഗത്തിന്റെയും നാഗ വിഭാഗത്തിന്റെയും ഒക്കെ ആരോപണം. അതായത് ഈ ട്രൈബൽ വിഷയമാണ് അതിന്റെ ആധാരവും. ഈ മണിപ്പൂരിലെ സാമ്പത്തിക ശേഷി കൂടുതലുള്ള ആളുകളും മേത്തി വിഭാഗത്തിലുള്ള ആളുകളാണ്. അവിടെ ആകെപ്പാടെ 60 MLA-മാരാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് 40 MLA-മാരും ഈ മേത്തി വിഭാഗത്തിൽ പെടുന്ന ആളുകളുമാണ്. ഈ കുക്കി വിഭാഗത്തെ ചൊടിപ്പിച്ച മറ്റൊരു കാരണം കൂടെ. മ്യാൻമാറിൽ നിന്നും അതേപോലെ കുടിയേറി വന്ന ആളുകളുടെ കുടിയൊഴിപ്പിക്കൽ, അതായത് കുടിയൊഴിപ്പിക്കൽ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബീരേന്ദ്ര സിംഗ് നടത്താനായിട്ടൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സാഹചര്യവും ഈ സംഘർഷത്തിന് വഴിവെക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ഈ മ്യാൻമാറിൽ നിന്ന് വലിയ തോതിലുള്ള കുടിയേറ്റം ഉണ്ട് എന്നാരോപിച്ച് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബീരേൻ സിംഗ് ഈ കുടിയേറ്റത്തെ ഒഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. അതും ഈ കുക്കി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അതിന് വലിയൊരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു രീതിയിലും ഈ കലാപത്തിൽ ആ ഒരു വൈരാഗ്യം കൂടി ഉണ്ട് എന്നുള്ള ഒരു കാരണം മനസ്സിലാക്കി തന്നെ വേണം പോകാനായിട്ട്. ഈ നമ്മൾ കാണാതെ പോകുന്നത് ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, മണിപ്പൂരിലെ സംഘർഷം ഒഴിവാക്കാനായിട്ട് അവിടുത്തെ സംസ്ഥാന ഭരണകൂടത്തെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം ധാരണയുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അത് പാഴ്വാക്കായിട്ട് മാറി. അതേപോലെ തന്നെ സംഘർഷത്തിന് അയവ് വരാനായിട്ട് അമിത്ഷാ അവരോട് സംസാരിച്ചു. അതൊന്നും തന്നെയും ഫലം കണ്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ നടന്നുകൊണ്ടേയിരിക്കുന്നു.
ഇപ്പോൾ ആ സംസ്ഥാനത്തെ പല ആളുകളും അല്ലെങ്കിൽ ആ പ്രബല വിഭാഗങ്ങളൊക്കെ തന്നെയും ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരം വർഗീയ കലാപങ്ങളെ അടിച്ചമർത്തുവാൻ വേണ്ടി, അല്ല വർഗീയ കലാപങ്ങളെ അടിച്ചമർത്തേണ്ട, അതിനെ ഇല്ലാതാക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിന് ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.